ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അന്തിക്കാട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് റാലിയും പൊതുയോഗവും അന്തിക്കാട് സെന്ററിൽ സംഘടിപ്പിച്ചു. അന്തിക്കാട് സെന്ററിൽ നടന്ന പൊതുയോഗം റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. എന്തെല്ലാം ആരോപണങ്ങൾ, എന്തെല്ലാം അപസർപ്പക കഥകൾ, എന്തെല്ലാം വിധത്തിൽ തുറങ്കിലടയ്ക്കുമെന്ന ഭീഷണികൾ. എന്റെ 9.5 വർഷക്കാലം ഈ കേരളത്തിന്റെ മണ്ണിലെ ഒരു രാഷ്ട്രീയ നേതാവിനെയും ഒരു കമ്മ്യൂണിസ്റ്റുകാരനെയും ആരോപണം ഉന്നയിക്കാനല്ലാതെ തൊടാൻ നിങ്ങൾക്കായോ? ഇപ്പോ ഈ തെരഞ്ഞെടുപ്പ് വന്നപ്പോ പറയുകയാണ് കിഫ്ബി നടപ്പിലാക്കിയത് കൊണ്ട് കേരളത്തിലെ മന്ത്രിമാരെ കിഫ്ബിയെ ഞങ്ങൾ തുറങ്കിലടയ്ക്കും. ഞങ്ങൾ അർഹമായ അവജ്ഞയോടെ ഇഡിയുടെ നോട്ടീസിനെ തള്ളിക്കളയുന്നു. ഈ കേരളത്തിൽ 92,000 കോടി രൂപയുടെ വികസനം, ദേശീയപാതയുടെ ഭൂമി ഏറ്റെടുക്കാൻ 6,218 കോടി രൂപ മുടക്കിയതടക്കം ഈ കേരളത്തിന്റെ വിവിധങ്ങളായ മേഖലകളിലെ ഭൗതിക സാഹചര്യങ്ങളുടെ വികസനത്തിന് വേണ്ടി 92,000 കോടി രൂപയുടെ പദ്ധതികൾ ഞങ്ങൾ പ്രഖ്യാപിച്ചതൊരു കുറ്റമാണെന്ന് കേന്ദ്ര ഗവൺമെന്റിന്റെ ഏജൻസി പറഞ്ഞാൽ കേരളത്തെ വികസിപ്പിച്ച ആ കുറ്റം ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് അഭിമാനപൂർവ്വം ഏറ്റെടുക്കുന്നു എന്ന് മാത്രമല്ല, ആ കുറ്റം ഞങ്ങൾ തുടരുക തന്നെ ചെയ്യും. ഒരു സംശയവും വിചാരിക്കേണ്ട. ഇഡിയും കേന്ദ്ര ഗവൺമെന്റും. വൈശാഖ് അന്തിക്കാട് അധ്യക്ഷനായി. RJD ജില്ലാ വൈസ് പ്രസിഡന്റ് മോഹനൻ അന്തിക്കാട്, കോൺഗ്രസ് എസ് സംസ്ഥാന സമിതി അംഗം അബ്ദുൾ മുഹസീൻ, CPM നേതാവ് AV ശ്രീവത്സൻ, VD രത്നാകരൻ, KV രാജേഷ്, ട്രഷറർ ഷിബു മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. ചൊടിക്കുന്നു. ഇന്നലകളുടെ പോരാട്ടമായും ഓരോ സമര പോരാട്ടങ്ങൾക്ക് ആവേശോജ്വലമായ നേതൃത്വം നൽകിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കരുത്തുറ്റ സാരഥികൾ നയിക്കുന്ന അന്തിക്കാട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് റാലിയാണ് ഈ വാഹനത്തിന്റെ തൊട്ടുപിറകിലായി ഇതുവഴി കടന്നു വരുന്നത്.